പാലായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആദ്യമായിട്ട് ജനവിധി മാനിക്കുന്നു. വിജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളിലും പാലായി മാത്രമല്ല പല സ്ഥലങ്ങളിൽ കേരള സംസ്ഥാനം ഒട്ടാകെ ഗ്രാമപഞ്ചായത്തിൻ്റെയാണ് നമുക്ക് കുറച്ചൊക്കെ ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത്. മറ്റേത് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ ഇപ്പോഴും അതിൻ്റെ കൗണ്ടിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാലും ജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികൾ, പാലാ ഉൾപ്പെടെയുള്ള കോട്ടയം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾ, അത് ഏത് മുന്നണിയാകട്ടെ, അത് UDF ആകട്ടെ, LDF ആകട്ടെ, അത് NDA ആകട്ടെ, ഏത് മുന്നിലുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ച മുഴുവൻ പേരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. മാത്രമല്ല ജനവിധി ഞങ്ങൾ മാനിക്കുന്നു. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി, വളരെ ഡീറ്റെയിലായിട്ട് എന്താണ് പരിശോധിച്ച് അവിടെ ഏതെങ്കിലും തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തിരുത്തി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട്. ഏതെങ്കിലും തരംഗമുണ്ടോ? ഒരു UDF തരംഗമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതല്ല, നമ്മളിപ്പം നമുക്ക് ചില സ്ഥലങ്ങളിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിസൾട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലോക്സഭ എടുക്കുകയാണെങ്കിൽ അവിടെ ലോക്സഭയിൽ നമ്മൾ കണ്ടത് ഒരു ലോക്സഭ മാത്രമാണ് LDF ജയിച്ചത്, മറ്റ് മുഴുവൻ UDF ജയിക്കുകയുണ്ടായി. അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ 100-ൽ പരം നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ UDFന് ലീഡുണ്ടായിരുന്നു. അപ്പോൾ ഇത് പലതരത്തിലുള്ള നമ്മൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കില്ല ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും. അപ്പം ഇത് കൃത്യമായി ഇത് സമയമെടുത്ത് ഇതിൻ്റെ പൂർണ്ണ വിവരം വന്നതിന് ശേഷമാണ് നമുക്ക് പഠിച്ചിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ, ഇപ്പോൾ ലോക്സഭയുടെ വെച്ച് നോക്കുമ്പോൾ അത്രയും ആഴത്തിലൊന്നും ഈ കാര്യങ്ങൾ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. LDF വന്നതിന് ശേഷം, LDFിലേക്ക് കേരള കോൺഗ്രസ് വന്നതിന് ശേഷം വലിയ മുന്നേറ്റം ജില്ലയിൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇത്തവണ അത് ഇല്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ പാലാ മുനിസിപ്പാലിറ്റി തന്നെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 2-ലെ ചിഹ്നത്തിൽ വിജയിച്ചത് 10 സ്ഥാനാർത്ഥികളായിരുന്നു. ഈ പ്രാവശ്യവും 2-ലെ ചിഹ്നത്തിൽ ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ജയിച്ചത് 10 സ്ഥാനാർത്ഥികൾ തന്നെ ഈ പ്രാവശ്യം വിജയിച്ചു. പക്ഷെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചുരുങ്ങിയ വോട്ടുകൾക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.